നല്ലൊരു ബിരിയാണിയൊക്കെ വെച്ച് ഞങ്ങളൊരു അടിപൊളി ഒരു സ്പോട്ട് തപ്പി പോകാം മക്കളെ. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് എല്ലാവർക്കും പിക്നിക് ആകട്ടോ, പിക്നിക് ഡേ. സ്വല്പം പ്രകൃതി രമണീയത കൂടുതലുള്ള സ്ഥലം തന്നെ വേണമെന്നായിരുന്നു നിർബന്ധം. അങ്ങനെ ഞങ്ങളൊരു സ്പോട്ട് കണ്ടു, നല്ലൊരു ബിരിയാണി കഴിക്കാൻ അടിപൊളി ഒരു ലൊക്കേഷനും വേണം, അടിപൊളി ഒരു സാലഡും വേണം. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു നല്ലൊരു പച്ചക്കറി തോട്ടം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ലെച്ചൂസും ജിർജിറും പിന്നെ ഞങ്ങൾക്ക് സാലഡിന് ആവശ്യമായിട്ടുള്ള കൊച്ചു കൊച്ചു സാധനങ്ങളെല്ലാം അങ്ങനെ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ചടപടയെന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കാര്യം ഇന്ന് വെള്ളിയാഴ്ചയാണ്, ജുമ ഉണ്ട്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു പള്ളിയിൽ നിസ്കരിച്ചിട്ട് വേണം ലൊക്കേഷനിലെത്താൻ. നമ്മൾ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കണം. അപ്പോൾ ഡാം കഴിയുന്ന പാടെ വലത്തോട്ട് തിരിയും കേട്ടോ. വലത്തോട്ട് തിരിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഓഫ് റോഡാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം ഈ വെള്ളത്തിൻ്റെ തൊട്ടടുത്തേക്ക് ഞങ്ങൾ വന്ന് കയറിയപ്പോൾ ഒരു പാറാവുകാരൻ കഴുതയുമായിട്ട് പോകുന്നു. സില്ലി മാറ്റർ, പാറാവുകാരല്ല. ഇവരെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവധി ദിവസങ്ങൾ ഇവർ രാവിലെ മീൻ പിടിക്കാൻ വരുന്നതാണ്. അപ്പോൾ മക്കളെ, ഈ ക്യാമറ കണ്ടപാടെ ഈ കഴുത അങ്ങോട്ട് അനങ്ങുന്നില്ല കേട്ടോ. അത് നിപ്പം അങ്ങനെ നിൽക്കും. അതിന്റെ തൊഴിലാളി മുതലാളി എല്ലാം വലിച്ചിട്ട് അത് അനങ്ങുന്നില്ല. കള്ളി ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് നിന്നതാ. നമ്മളിപ്പോഴേ നല്ല ചോറിനാൻ വേണ്ടി വന്ന സ്ഥലം എവിടെ നിന്നറിയോ? തന്തഹ ഡാം. ഇതാട്ടോ, ഒരു ഡാമിന്റെ തൊട്ട് സൈഡിലാണ് നമ്മൾ ചോറിനാൻ വേണ്ടി വന്നത്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ റൂമിൽ നിന്ന് ചോറ്, വെള്ളിയാഴ്ച ആയതുകൊണ്ട് സാധാരണ ലൊക്കേഷനിലൊന്നും ആരും ഇല്ലെന്നും പറയാൻ നമ്മൾ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ നേരെ തിരിച്ച് തലേന്നേ തമ്പടിച്ച് കുറച്ച് ഹിന്ദിക്കാരന്മാർ വലയുമായിട്ട് രാവിലെ തുടങ്ങിയ വീശ. ഇവന്മാര് വീശുന്നു, മീനെ പിടിച്ച് കരക്കി കയറുന്നു. ഇവന്മാര് വീശുന്നു, മീനെ പിടിച്ച് കരക്കി കയറുന്നു. കുറെ എണ്ണം കരക്കിരുന്ന് അത് വല്ലതും വറുക്കുന്നു, കറി വെക്കുന്നു, കഴിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇത് കണ്ടിട്ട് എക്സൈറ്റ്മെന്റ് അടിച്ച് വണ്ടടിച്ചിട്ട് നേരെ ഇവരോട് അങ്ങ് കൂടും. നമുക്കൊന്നും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്കൊരു അതിശയം. അങ്ങനെ ഞങ്ങൾ ഇവന്മാരെ ചുറ്റും കൂടി കേട്ടോ. ഇവന്മാര് പിടിച്ചൊരു ബക്കറ്റിനകത്ത് ഇടുക. ഈ കാണുന്ന കുപ്പിയൊന്നുമല്ല, ഒരു ബക്കറ്റിനകത്ത് ഇട്ടങ്ങ് നിറയ്ക്കും. പിന്നെ സത്യം പറയണമല്ലോ, വലിയ മീനുകളൊക്കെ എടുത്തിട്ട് അത്യാവശ്യം ചെറിയ മീനുകളെല്ലാം ഇവന്മാർ തിരിച്ച് വെള്ളത്തിൽ തന്നെ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വന്ന് പിന്നെയും വല വീശി. ഇടുന്നിടം എല്ലാം ഇവന്മാർക്കൊന്നും മീൻ കിട്ടത്തില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഈ മീൻ കിട്ടാത്ത ഏരിയ വരുമ്പോഴത്തേക്കും അടുത്ത സ്പോട്ടിൽ അങ്ങനെ നടന്ന് ഈ ഏരിയയിലുള്ള കംപ്ലീറ്റ് മീനെ ഇവന്മാർ ഈ വൈകുന്നേരം കൊണ്ടങ്ങ് കണ്ട വലിയ കാര്യത്തിൽ ഇവിടെ വീശതാ. ഇവിടെ ഇട്ടിട്ടേ ഒരു ഊത്തക്കുഞ്ഞ് പോലും കയറിയിട്ട് ഈ കൂടെ നിൽക്കുന്ന അണ്ണന് വലുതായിട്ട് വീശാവൊന്നും അറിയത്തില്ലല്ലോ. അണ്ണൻ പറയുന്ന സ്പോട്ടിൽ കാച്ച ഉണ്ടല്ലോ, ഇഷ്ടം പോലെ സാധനം. അങ്ങനെ അണ്ണന്റെ നിഗമനത്തിൽ നിന്ന് പിടിച്ച മീനുകളെല്ലാം കൂടെ ഈ ബക്കറ്റിലായിട്ട് വെച്ചിരിക്കുന്നത് കണ്ടോ. ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് പിരാനയാന്ന്. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് തിലാപ്പിയ. പക്ഷെ അവർ ഇതിനെ പിരാന എന്നൊക്കെയാ പറയുന്നത് കേട്ടോ. ഇവർ ഇതുപോലെ ബക്കറ്റിൽ നിറച്ച് വേറൊരു വലിയൊരു ബക്കറ്റിൽ കൊണ്ടാക്കുക. എന്നിട്ട് കുറച്ച് പേർ ആവശ്യത്തിന് എടുത്തതിന് ശേഷം ഇവർ ഇതുകൊണ്ട് വിൽക്കും. ഇതിന് അതുപോലെ നല്ല അത്യാവശ്യക്കാരും ഉണ്ട്. ഞങ്ങൾ നൈസായിട്ടൊന്ന് വില ഒക്കെ പറഞ്ഞു നോക്കി. സാധാരണ നമ്മുടെ കടൽ മീനേക്കാളും 3 ഇരട്ടി വില. ആ പൂതി ഞങ്ങൾ അപ്പോഴേ അങ്ങ് ഉപേക്ഷിച്ചു. ഇനി അത് നോക്കി അവിടെ നിന്ന് കഴിഞ്ഞാൽ വിശന്ന് മരിക്കും. അതുകൊണ്ട് ഞങ്ങൾ നല്ലൊരു സ്പോട്ട് തപ്പി കേട്ടോ. നല്ല നട്ടുച്ച ആയതുകൊണ്ട് വലിയ തണലൊന്നുമില്ല. ഇവിടെ നിന്ന് കഴിക്കുവാണെങ്കിൽ നല്ല അടിപൊളി ഒരു വ്യൂ ആട്ടോ. നല്ല ഇളം കാറ്റ്, നല്ലൊരു വ്യൂ. പിന്നെ ഉച്ച ആയതുകൊണ്ട് ശകലം ഒരു വെയിലുണ്ട്. അപ്പോൾ നമുക്ക് പറ്റിയ ഒരു ചെറിയ ഷെയ്ഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ബിരിയാണിയൊക്കെ ഒന്ന് പൊട്ടിക്കാൻ. ചെമ്പ് പൊട്ടിക്കുന്നതിന് മുമ്പ് 2-3 പരിപാടിയുണ്ട്. ഒന്ന് ഇരിക്കാനുള്ള സ്ഥലം കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം. 2 നമ്മുടെ അടിപൊളിയായിട്ട് നമ്മുടെ സലാഡ് തയ്യാറാക്കണം. കാര്യം നല്ല ഫ്രഷ് പച്ചക്കറിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് സലാഡ് തയ്യാറാക്കാൻ. ഒരു ക്യാമ്പിംഗ് സെറ്റപ്പ് എപ്പോഴും നമ്മുടെ വണ്ടിയിലുള്ളത് കൊണ്ട് നമുക്ക് വലിയ ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു. എല്ലാവിധ സജ്ജീകരണങ്ങളും നമ്മുടെ വണ്ടിയിൽ എപ്പോഴും കാണും, അതും വെള്ളം ഉൾപ്പെടെ. പക്ഷേ ഈ വട്ടം ഒരു അബദ്ധം പറ്റി, ഞങ്ങൾ കട്ടിംഗ് ബോർഡ് എടുക്കാൻ മറന്നു. അതുകൊണ്ട് കൈകൊണ്ട് വേണം അരിയാൻ. അതുകൊണ്ട് ഈ വട്ടം ഇച്ചിരി പ്രൊഫഷണലായിട്ട് അരിയാനൊന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല. ഉള്ളതുപോലൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ ചവച്ചരച്ചല്ലേ വയറ്റിലോട്ട് പോകുന്നത്. അതുകൊണ്ട് പിന്നെ ടെൻഷൻ ഇല്ല. ഇച്ചിരി വലുതായാലും ചെറുതായാലും എല്ലാം വയറ്റിലങ്ങ് പൊയ്ക്കോളും. നൈസായിട്ടൊന്ന് ചവച്ച് കൂട്ടാൻ മതി. അപ്പോൾ നല്ലൊരു സാലഡിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയതിന് ശേഷം ഇതിനകത്തൊരു ലാസ്റ്റ് നമ്മളൊരു സാധനം അങ്ങ് ചേർത്ത് നല്ല കട്ട തൈര്. ഇനി നമുക്ക് ബിരിയാണി ചെമ്മിന് ദമ്മ് പൊട്ടിക്കണം. ഈ സാധനം അങ്ങോട്ട് തുറക്കുമ്പോൾ ആ ഏരിയയിലോട്ടൊരു മണം അങ്ങ് സ്പ്രെഡായോ. നല്ല വെട്ടിക്കെട്ട് ദം ബിരിയാണിയുടെ മണം. എന്റെ പൊന്നേ, വിശപ്പിന്റെ വിളി കൊണ്ടാണെന്ന് അറിയത്തില്ല. വെയിറ്റ് ചെയ്യാനൊന്നും ഒട്ടും സമയമില്ല. ചുമ്മാ അങ്ങ് തട്ടാൻ പറ്റത്തില്ല. ദമ്മ് പൊട്ടിച്ചതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ഈ മസാലയും ചോറും ഒക്കെ അങ്ങോട്ട് സെറ്റ് ആക്കിയിട്ട് വേണം ഇത് തട്ടാൻ. അപ്പോഴേ നമുക്ക് ഇതിന്റെ ഒരു ഫുൾ ഫീല് കിട്ടത്തും. എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇച്ചിരി സലാഡും ചേർത്ത് പിടിക്കുമ്പോൾ ഉള്ളൊരു സുഖം. എന്റെ പൊന്ന് മക്കളെ, അതും ഇതുപോലെ ഒരു ഔട്ട്ഡോറിലിരുന്ന് ഇതുപോലൊരു വെടിക്കെട്ട് ലൊക്കേഷനിൽ നിന്ന് ഇളം കാറ്റിൽ ഇരുന്ന് ബിരിയാണി തിന്നുന്നതിന്റെ ഒരു എല്ലാം കഴിഞ്ഞ് ഒരു സോഡാലയം കൂടെ കിട്ടിയാണ്ടല്ലോ, ഇതൊന്നും ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങിയേക്കാം. അപ്പൊ ഞങ്ങൾ പോയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാവേ. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ മാസലാമ.